യേശുവിനെ ദൈവപുത്രനെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ബൈബിളിൽ മിക്കപ്പോഴും യേശുവിനെ ദൈവപുത്രനെന്നാണ് വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ 1:49 വായിക്കുന്നു, അപ്പോൾ നഥനയേൽ പറഞ്ഞു, റബ്ബി, അങ്ങു ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവ്. എന്നാൽ മനുഷ്യർക്ക് മക്കളുണ്ടാകുന്ന രീതിയിലാണോ ദൈവത്തിന് യേശു ജനിച്ചതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. യേശുവിന്റെയും ബാക്കി എല്ലാ ജീവന്റെയും ഉറവ് സ്രഷ്ടാവായ ദൈവമാണ്. ആ അർത്ഥത്തിലാണ് യേശു ദൈവപുത്രനായിരിക്കുന്നത്. സങ്കീർത്തനം 36:9 വായിക്കുന്നു, ജീവന്റെ ഉറവ് അങ്ങാണല്ലോ, അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങൾക്ക് പ്രകാശം കാണാം. തുടർന്ന് വെളിപാട് 4:11 നാം കാണുന്നത്, ഞങ്ങളുടെ ദൈവമായ യഹോവേ, മഹത്വവും ബഹുമാനവും ശക്തിയും ലഭിക്കാൻ അങ്ങ് യോഗ്യനാണ്. കാരണം അങ്ങാണ് എല്ലാം സൃഷ്ടിച്ചത്, അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും. ദൂതന്മാരെ സത്യദൈവത്തിന്റെ പുത്രന്മാർ എന്നു ബൈബിൾ വിളിക്കുന്നു. ഇയ്യോബ് 1:6, തുടർന്ന് ലൂക്കോസ് 3:38 കൈനാൻ എനോഷിന്റെ മകൻ, എനോഷ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ് പറയുന്നത്. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവത്തിന്റെ മകൻ എന്നാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടി യേശു ആയതുകൊണ്ടും ദൈവം നേരിട്ട് സൃഷ്ടിച്ചത് യേശുവിനെ മാത്രമായതുകൊണ്ടും ബൈബിൾ യേശുവിനെ ദൈവത്തിന്റെ പുത്രന്മാരിൽ ഏറ്റവും പ്രമുഖനായി കണക്കാക്കുന്നു. ഭൂമിയിൽ ജനിക്കുന്നതിനു മുമ്പ് യേശു സ്വർഗ്ഗത്തിലായിരുന്നോ? ഭൂമിയിൽ വരുന്നതിനു മുമ്പ് യേശു എന്തു ചെയ്യുകയായിരുന്നു? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിൽ ജനിക്കുന്നതിനു മുമ്പ് ഒരു ആത്മവ്യക്തിയായി യേശു സ്വർഗ്ഗത്തിൽ ജീവിച്ചിരുന്നു. യോഹന്നാൻ 6:38 ഇങ്ങനെ വായിക്കുന്നു, കാരണം ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. തുടർന്ന് കൊലോസ്യർ 1:15 യേശുവിനെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റെല്ലാം ഉണ്ടാക്കുന്നതിനു മുമ്പ് ദൈവം യേശുവിനെ സൃഷ്ടിച്ചു, എല്ലാ സൃഷ്ടികളിലും വെച്ച് ആദ്യം ജനിച്ചവൻ. ഇനിയും വെളിപാട് 3:14 വായിക്കുന്നത്, ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയുമായ ആമീൻ പറയുന്നത് ഇതാണ്. മീഖ 5:2 യേശുവിനെക്കുറിച്ച്, ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ പട്ടണങ്ങളിൽ തീരെ ചെറുതാണെങ്കിലും എനിക്കുവേണ്ടി ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് വരും, അവൻ പണ്ടുതന്നെ പുരാതന കാലത്തുതന്നെ ഉത്ഭവിച്ചവനാണ് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ വരുന്നതിനു മുമ്പ് യേശു എന്തു ചെയ്യുകയായിരുന്നു? ബൈബിൾ പറയുന്നത് സ്വർഗ്ഗത്തിൽ ഉയർന്ന സ്ഥാനം യേശുവിനുണ്ടായിരുന്നു എന്നാണ്. യേശു പ്രാർത്ഥിച്ചപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ 17:5 കാണാൻ കഴിയുന്നത്, പിതാവേ, എന്നെ മഹത്വപ്പെടുത്തേണമേ, ലോകമുണ്ടാകുന്നതിനു മുമ്പ് ഞാൻ അങ്ങയുടെ അടുത്തായിരുന്നപ്പോഴുണ്ടായിരുന്ന മഹത്വം വീണ്ടും തരേണമേ എന്നാണ്. മറ്റു സൃഷ്ടിക്രിയകളിൽ യേശു പിതാവിനെ സഹായിച്ചതിനെക്കുറിച്ച് ബൈബിൾ വിവരിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 8:30 പറയുന്നത്, ഒരു വിദഗ്ധ ജോലിക്കാരനായി യേശു ദൈവത്തോടൊപ്പം പ്രവർത്തിച്ചു എന്നാണ്. തുടർന്ന് കൊലോസിയർ 1:16 പറയുന്നു, കാരണം സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള മറ്റെല്ലാം പുത്രനിലൂടെയാണ് സൃഷ്ടിച്ചത്. കാണാനാകുന്നതും കാണാനാകാത്തതും, സിംഹാസനങ്ങളാകട്ടെ, ആധിപത്യങ്ങളാകട്ടെ, ഗവൺമെന്റുകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എല്ലാം പുത്രനിലൂടെയും പുത്രനു വേണ്ടിയും സൃഷ്ടിച്ചു. അതെ, മറ്റെല്ലാം സൃഷ്ടിക്കുന്നതിന് ദൈവം യേശുവിനെ ഉപയോഗിച്ചു. ഇതിൽ ദൂതന്മാരെ സൃഷ്ടിച്ചതും പ്രപഞ്ചം സൃഷ്ടിച്ചതുമെല്ലാം ഉൾപ്പെടും. ചില കാര്യങ്ങളിൽ ഇവരുടെ പ്രവർത്തനം ഏതാണ്ടൊരു എഞ്ചിനീയറും ഒരു ജോലിക്കാരനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുപോലെയായിരുന്നു. എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്ത ഡിസൈൻ അനുസരിച്ച് ജോലിക്കാരൻ പണിയുന്നു. തുടർന്ന് യേശുവിനെക്കുറിച്ച് ബൈബിളിൽ വിവരിക്കുന്നത്, യേശു വചനമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 1:1 ആരംഭത്തിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനമൊരു ദൈവമായിരുന്നു എന്ന് പറയുന്നു. അതിനർത്ഥം വിവരങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് ആത്മവ്യക്തികൾക്ക് കൊടുക്കാനായി ദൈവം തന്റെ പുത്രനെ ഉപയോഗിച്ചിരുന്നുവെന്നാണ്. മനുഷ്യർക്കു വേണ്ടി ദൈവത്തിന്റെ ഒരു വക്താവായും യേശു പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഏദെൻ തോട്ടത്തിൽ ദൈവം ആദമിനും ഹൗവയ്ക്കും നിർദ്ദേശങ്ങൾ കൊടുത്തത് യേശുവിനെ ഉപയോഗിച്ചായിരിക്കാം. ഇനിയും പണ്ടത്തെ ഇസ്രായേൽ ജനതയെ വിജനഭൂമിയിലൂടെ വഴിനയിച്ച ദൂതൻ ഒരുപക്ഷെ യേശുവായിരിക്കും. ആ ശബ്ദത്തിനായിരുന്നു ഇസ്രായേൽ ജനത ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നത്. ഈ വിവരണങ്ങളെക്കുറിച്ചുള്ള തെളിവിനടിസ്ഥാനമാക്കിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും അറിയിക്കുക. നന്ദി.